രാമായണ മഹാസാഗരത്തിൽ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഈ പരിപാടി വിജയപ്രദമാക്കാനായിട്ട് സഹകരിച്ച എല്ലാവർക്കും ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. രാമായണ മാസാചരണം, രാമായണം എന്തുകൊണ്ടാണ് രാമായണം? ഒരു 2 മിനിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും മനസ്സിൽ തട്ടിയൊരു കാര്യം, രാമായണം എന്തുകൊണ്ടാണ് രാമായണം ആദി കാവ്യമായിട്ടുള്ള രാമായണം? രാമായണത്തിൽ വാസ്തവത്തിൽ നമ്മളിപ്പോൾ അവസാനിപ്പിച്ചത് വളരെ സുഖപര്യവസായിയായിട്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. രാമായണം തികച്ചും ദുഃഖപര്യവസായിയായിട്ടുള്ള ഒരു കഥയാണ്. അത് നമ്മൾ സ്പർശിക്കാറില്ല. നമ്മൾ ഡെലിബറേറ്റായിട്ട് അത് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യാറ്. നമുക്കെപ്പോഴും സന്തോഷം വേണം, ദുഃഖം വേണ്ട. ദുഃഖം അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ദുഃഖം അംഗീകരിക്കാൻ വിഷമം കാണിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് വാൽമീകിയുടെ രാമായണത്തിലെ, ഞാൻ പഠിച്ചതാണ്. രാമായണം പലരും പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. കമ്പരാമായണമുണ്ട്, അധ്യാത്മരാമായണമുണ്ട്, അതുപോലെ തന്നെ മറ്റേ നമ്മൾ പിന്തുടർന്ന എഴുത്തച്ഛൻ്റെ രാമായണമുണ്ട്, വ്യാസൻ്റെ ഉണ്ട്, വാൽമീകിയുണ്ട്, അപ്പോൾ പലതും ഉണ്ട്. അതിൽ വടക്കേന്ത്യയിൽ പ്രചാരമുള്ളൊരു രാമായണം എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. രാമായണമല്ല, രാമായണമുണ്ട്. അതിലൊരു പ്രത്യേക ഭാഗമുണ്ട്, എന്നെ സ്പർശിച്ചതാണത്. അതായത് കാട്ടിലേക്ക് പോവാണ് രാമനും സീതയും കൂടിയിട്ട്, തുളസീദാസ് രാമായണത്തിൽ പോണ സമയത്ത് കാട്ടിലേക്ക് പ്രവേശിച്ച് സീതയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക വെച്ചാൽ, മലർചിതറു മകത്തളത്തിലല്ലാതൊരു ചുടുകാടിൽ ഇഭവൽ പദങ്ങൾ പറയും. എന്താണ്? സീത നടക്കുന്ന സ്ഥലത്തൊക്കെ പൂക്കളിടുകയും ചെയ്യുക. ആ പൂക്കളിട്ട പാദങ്ങൾ എവിടെയാണ് പോണത്? കാട്ടിലൂടെ നടക്കുന്നത്. കാട്ടിലൂടെ നടന്ന് പർണശാല അന്വേഷിച്ചിങ്ങനെ പോണ സമയത്ത് രാമനുണ്ട്, ലക്ഷ്മണനുണ്ട് കൂടെ. ഇങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് കാലിലെന്തോ കഠിനമായിട്ടുള്ളൊരു മുള്ളെന്തോ മുള്ള് തറച്ച് വിവശയായി രാമൻ്റെ മടിയിൽ തല വെച്ച് കിടക്കുകയാണ്. അപ്പോൾ അവൾ സീത വളരെ ഇതായി. അപ്പോൾ ശ്രീരാമൻ തൻ്റെ ഒരു മുണ്ടുകൊണ്ടെങ്കിലും വീശുകയാണ്. ലക്ഷ്മണൻ്റെ അടുത്ത് പറയും, ലക്ഷ്മണ നീ പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവാ എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ തൊട്ടപ്പുറത്തൊരു തടാകത്തിൽ പോയിട്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയ സമയത്ത് പെട്ടെന്ന് സീത കണ്ണ് തുറന്നിട്ട് രാമനോട് ചോദിച്ചു അത്രേ, എപ്പോഴാണ് നമ്മളുടെ ഈ കഷ്ടകാലം തീരുക? എപ്പോഴാണൊരു ദുഃഖം നമുക്ക് മാറുക നമ്മുടെ ജീവിതത്തിൽ? നമുക്കൊരു സന്തോഷം ഉണ്ടാവുമോ എന്നൊക്കെ പലതും ചോദിച്ചു അത്രേ. അപ്പോൾ എന്താണ്, ത്രികാലജ്ഞാനിയായിട്ടുള്ള രാമൻ പറഞ്ഞു അത്രേ, അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അതിനുശേഷം സീതയുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ അറിയാലോ, എന്തെല്ലാം കാര്യങ്ങളുണ്ടായി. അപ്പോൾ സീത ചോദിച്ചു, നമുക്ക് എപ്പോഴാണ് ഒരു സമാധാനം ഉണ്ടാവുക ജീവിതത്തിൽ എന്ന് ചോദിച്ചപ്പോൾ രാമൻ ഒന്നും പറഞ്ഞില്ല. രാമൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കഥാന്തരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അപ്പോൾ രാമായണം നമ്മളെ അങ്ങേയറ്റം സ്പർശിച്ചതാണ്. അപ്പോൾ ചിന്മയാനന്ദ സ്വാമികൾ പറഞ്ഞ പോലെ ഓരോ വായന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും ആ വായന കൊണ്ട് നമുക്ക് എന്ത് നേടാൻ പറ്റി, ഈ വായന, ഈ 10 ദിവസത്തെ വായന കൊണ്ട് ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തെ മാറ്റാനായിട്ട് എനിക്ക് ക്ഷമ പഠിച്ചുവോ, എനിക്ക് വേറെന്തെങ്കിലും പഠിച്ചോ, ഇല്ലെങ്കിൽ വീട്ടിൽ എനിക്കിത് ഭവ്യതയോടെ എൻ്റെ മറ്റുള്ളവരോട് പെരുമാറാൻ എനിക്ക് പഠിച്ചുവോ, എന്ത് പഠിച്ചു, എന്ത് നേടി എന്നുള്ളത് ചിന്മയാനന്ദ സ്വാമികൾ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടോടെ. അപ്പോൾ ഓരോ വായന കഴിയുമ്പോഴും, ഓരോ പ്രഭാഷണങ്ങൾ കേട്ട് വെളിയിലിറങ്ങുമ്പോഴും നമുക്ക് ഈ വക ചിന്തകൾ വേണം എന്നാണ് പറയണത്. ഞാൻ വലിയൊരു പ്രസംഗികനല്ല, എന്നാലും അനുഭവങ്ങൾ വെച്ച് പറയുകയാണ്.